യുഎസിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ അലാസ്കയിലെ സ്ഥിര താമസക്കാരാണോ നിങ്ങൾ? എങ്കിൽ ഒരു സന്തോഷ വാർത്തയുണ്ട്. ജൂലൈ 17 മുതൽ അലാസ്കയിലെ നൂറുകണക്കിന് ആളുകൾക്ക് $1702 വീതം ലഭിക്കും. അലാസ്കയിലെ പെർമനന്റ് ഫണ്ട് ഡിവിഡൻഡ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ഏകദേശം 1.5 ലക്ഷത്തോളം രൂപ ലഭിക്കുക. 2023 കലണ്ടർ വർഷത്തിൽ അലാസ്കയിൽ താമസിച്ചവർക്കും മറ്റ് ചില യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നവർക്കുമാണ് ഈ പണം ലഭിക്കുക. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കും ദൈനംദിന ചെലവുകൾ താങ്ങാൻ കഴിയാത്തവർക്കും ഈ പണം സഹായകരമാകും. എന്താണ് അലാസ്കയിലെ പെർമനന്റ് ഫണ്ട് ഡിവിഡൻഡ് എന്ന് നോക്കാം. അലാസ്കയിലെ എണ്ണ സമ്പത്ത് എല്ലാ വർഷവും അവിടുത്തെ ആളുകൾക്ക് വീതിച്ചു നൽകുന്ന പ്രോഗ്രാമാണ് പെർമനന്റ് ഫണ്ട് ഡിവിഡൻഡ്. അലാസ്കയിൽ 6 മാസമെങ്കിലും താമസിച്ച എല്ലാവർക്കും ഒരേ തുക നൽകുന്ന രീതി 1982 നിലവിൽ വന്നത്. അലാസ്കയിൽ 6 മാസമെങ്കിലും താമസിക്കുന്ന, അവിടെ സ്ഥിരതാമസമാക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും ഈ പണം കിട്ടും. കുട്ടികൾക്ക് കിട്ടുന്ന പണം അവരുടെ രക്ഷിതാക്കൾ സൂക്ഷിക്കും. 1982 ജൂൺ 14 വിതരണം ചെയ്ത $1000 ആയിരുന്നു ആദ്യ ഡിവിഡൻഡ്. എണ്ണയിൽ നിന്നുള്ള പണം ഉപയോഗിച്ച് പലതരം നിക്ഷേപങ്ങൾ നടത്തി അതിൽ നിന്ന് കിട്ടുന്ന ലാഭം ആളുകൾക്ക് നൽകണമെന്നാണ് രീതി. ഈ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന തുകയുടെ പകുതി 5 വർഷത്തെ ശരാശരി കണക്കാക്കിയാണ് ഡിവിഡൻഡായി നൽകുന്നത്. സാധാരണയായി ഒരാൾക്ക് $1000 മുതൽ $2000 വരെ ലഭിക്കും. പെർമനന്റ് ഫണ്ട് ഡിവിഡൻഡ് അലാസ്കയുടെ സാമ്പത്തിക രംഗത്ത് വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇതുവഴി ഏകദേശം $1 ബില്യൺ ആളുകളുടെ വരുമാനത്തിലേക്ക് എത്തുന്നു. ഇത് അലാസ്കയിലെ സാധാരണക്കാരുടെ വരുമാനത്തിന്റെ 6% വരും. 2025 ജൂലൈ 9 വരെ എലിജിബിൾ നോട്ട് പെയ്ഡ് എന്ന സ്റ്റാറ്റസ് ഉള്ള അപേക്ഷകർക്ക് ജൂലൈ 17 മുതൽ പണം വിതരണം ചെയ്യും. ഓഗസ്റ്റ് 13 യോഗ്യത നേടുന്ന അപേക്ഷകർക്ക് ഓഗസ്റ്റ് 21 രണ്ടാമത്തെ ഗഡു വിതരണം ചെയ്യും. ഈ വർഷത്തെ $1702 പേയ്മെന്റിൽ $1440 വാർഷിക ഡിവിഡൻഡും ഉയർന്ന എണ്ണവില കാരണം $262 ഊർജ്ജ സഹായ ബോണസും ഉൾപ്പെടുന്നു. കഴിഞ്ഞ വർഷം നൽകിയ $1312 30% കൂടുതലാണ് ഈ വർഷത്തെ തുക. 2024 പേയ്മെന്റിന് അപേക്ഷിക്കുന്നവർ 2023 കലണ്ടർ വർഷം മുഴുവൻ അലാസ്കയിൽ താമസിച്ചിരിക്കണം. 2023 ഡിസംബർ 31 മുതൽ മറ്റൊരു സംസ്ഥാനത്തോ രാജ്യത്തോ സ്ഥിര താമസത്തിന് അപേക്ഷിച്ചിരിക്കാൻ പാടില്ല. യോഗ്യതാ കാലയളവിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെടുകയോ ജയിലിൽ കഴിയുകയോ ചെയ്തിരിക്കാനോ പാടില്ല. 2023 180 ദിവസത്തിൽ കൂടുതൽ അലാസ്കയിൽ നിന്ന് വിട്ടുനിൽക്കാനും പാടില്ല. 2024 ഡിവിഡൻഡിനായുള്ള അപേക്ഷ മാർച്ച് 31 അവസാനിച്ചത്. അലാസ്കയിൽ താമസിക്കുന്ന ഏകദേശം 6 ലക്ഷം പേർക്ക് ഓരോ വർഷവും പെർമനന്റ് ഫണ്ട് ഡിവിഡൻഡ് ലഭിക്കുന്നുണ്ട്. ജനങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ ഈ തുക വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പേയ്മെന്റ് സ്റ്റാറ്റസ് അറിയാൻ pfd.alaska.gov എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് മൈ അലാസ്ക വഴി ലോഗിൻ ചെയ്യാവുന്നതാണ്. അതേസമയം യുഎസിൽ അലാസ്കയിൽ മാത്രമല്ല ഇത്തരം ധനസഹായ പദ്ധതികളുള്ളത്. മിസിസിപ്പിയിൽ കുറഞ്ഞ വരുമാനമുള്ള കറുത്ത വർഗ്ഗക്കാരായ അമ്മമാർക്ക് 12 മാസത്തേക്ക് പ്രതിമാസം $1000 നൽകുന്നുണ്ട്. കൂടാതെ സാൻ ഫ്രാൻസിസ്കോയിലെ ഗർഭിണികളായ സ്ത്രീകൾക്ക് 12 മുതൽ 18 വരെ മാസത്തേക്ക് പ്രതിമാസം $1000 വരെ നൽകി വരുന്നുണ്ട്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.